നിന്നുകൊണ്ട് പറയുന്ന വാക്ക് ഇരിക്കുമ്പോൾ മാറ്റുന്ന ആളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന മുൻ സംസ്ഥാന വ്യവസായ മന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി. രാജീവ്. ആലത്തൂരിൽ നടന്ന ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജീവ്. ആലത്തൂർ സൗദി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യുവജന റാലി ദേശീയ മൈതാനിയിൽ സമാപിച്ച ശേഷമാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി തന്നോട് ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് പറഞ്ഞത് വേറെ അവധിയുടെ കാര്യമാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അത് ഏത് അവധിയാണെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കണം. 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നാണ് നേരത്തെ BJP പറഞ്ഞത്. ഇപ്പോൾ 3 കിട്ടിയപ്പോൾ തന്നെ ലീഗിനെയും കോൺഗ്രസിനെയും കൂട്ടി BJP ഭരിച്ചു തുടങ്ങി. PM ശ്രീ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചത്. നിയമസഭ അംഗീകരിച്ച് 3.5 വർഷം LDF സർക്കാർ മാറ്റിവെച്ച കാര്യമാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി വിഷയം. അന്ന് നികുതിപ്പണം ഖജനാവിൽ നിന്ന് ഡിസ്റ്റിലറികളിലേക്ക് ഒഴുകുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. രാജ്യത്തെ യുവാക്കൾ നിലവിലെ ഭരണത്തിൽ അസംതൃപ്തരാണെന്ന് തെളിയിക്കുന്ന മുന്നേറ്റങ്ങളാണ് എല്ലാ ഭാഗത്തും. അതിനൊപ്പം SFIയും DYFIയും ഉണ്ടാകുമെന്നും പി. രാജീവ് പറഞ്ഞു. നമ്മൾ ഏതിനെയും പണത്തിന് അഴിമതിക്ക് അവസരമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് മതവിശ്വാസത്തിന്റെ മറവിൽ വർഗീയതയുടെ തെളിവിൽ ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് നീറ്റ് പരീക്ഷയെയും അഴിമതിയുടെ മറ്റൊരു മാർഗമാക്കി മാറ്റി. ആ നീറ്റ് പരീക്ഷ എത്രയോ കുടുംബങ്ങൾ ആദ്യത്തെ തന്നെ 2023-ലും 2022-ലും എല്ലാം തന്നെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വരികയുണ്ടായി. ഒരു തരത്തിലുള്ള തിരുത്തൽ നടപടികൾക്കും തയ്യാറാകാതിരുന്ന സംവിധാനം ഇന്ന് 23 ലക്ഷത്തോളം വരുന്ന കുട്ടികളുടെ ഭാവിയെ അപകടത്തിലാക്കിയ ഘട്ടത്തിലും ശരിയായ അന്വേഷണത്തിന് പോകാതെ കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാതെ അതിന് നേതൃത്വം നൽകിയ മന്ത്രിയെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കുട്ടികൾ ഡൽഹിയിൽ ഇപ്പോഴും സമരരംഗത്തേക്ക് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് SFI അഖിലേന്ത്യാ തലത്തിലുള്ള സമരത്തിന് നേതൃത്വം നൽകാനായി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഈ തീ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് CBSEയുടെ പ്രശ്നം വരുന്നത്. ഏകദേശം 17 ലക്ഷം കുട്ടികളാണ് CBSEയുടെ 12ാം ക്ലാസ് എഴുതിയത്. 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ മാർക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച മാർക്കില്ല. ഇത്തവണ ഒരു പുതിയ സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചു. സ്ക്രീനിൽ നോക്കിക്കൊണ്ട് മാർക്ക് ഇടണം. ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത് നോക്കുന്ന ആൾക്ക് കൊടുക്കും. നോക്കുന്നയാൾ സ്കാൻ ചെയ്ത കോപ്പി നോക്കിയിട്ടാണ് മാർക്ക് ഇടുന്നത്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടികള് റിവാലുവേഷൻ കൊടുക്കുമ്പതിന് മുന്നോടിയായി ഉത്തരക്കടലാസ് ലഭിക്കുമ്പതിന് വേണ്ടി പണമടച്ചു. ഉത്തരക്കടലാസിന്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞ പരീക്ഷ എഴുതിയ കുട്ടികൾ നോക്കിയപ്പോ എഴുതിയ കുട്ടികൾക്ക് പോലും വായിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല സ്കാൻ ചെയ്ത ഈ കോപ്പി. പൊതുസമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ഷിബി കൃഷ്ണ അധ്യക്ഷയായി. CPM ജില്ലാ സെക്രട്ടറി N. സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി. ചെന്താമരാക്ഷൻ, വി. പൊന്നുകുട്ടൻ, TM ശശി MLA, PP സുമോദ് MLA, KD പ്രസന്നൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.